ലൈം വാട്ടറിനെ മിൽക്കി വൈറ്റ് കളറാക്കി മാറ്റുന്ന ഒരു ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ലൈം വാട്ടറിനെ മിൽക്കി വൈറ്റ് ആക്കി മാറ്റുന്ന മറ്റൊരു ഗ്യാസാണ് SO2 സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പം ആസിഡ് ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ SO2 ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഏത് കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് ആസിഡ് ഈ SO2 ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ എങ്ങനെ SO2വിനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു ഹൈഡ്രജൻ അക്കാഡമി. നമുക്ക് ആസിഡ്സിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ അടുത്തൊരു പാർട്ട് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സിൽ നമ്മൾ ഇന്ന് ഫസ്റ്റായിട്ട് പഠിക്കുന്നത് സൾഫൈറ്റുകളും ബൈസൾഫൈറ്റുകളുമായിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ആസിഡ്സിൻ്റെ സൾഫൈറ്റുകളും ബൈസൾഫൈറ്റ്സുകളുമായിട്ടുള്ള റിയാക്ഷൻ. സൾഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഗ്രൂപ്പാണ്? SO3 എന്ന് പറയുന്നതാണ് സൾഫൈറ്റ് ആനിയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ബൈസൾഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? SO3- ഇതിനെയാണ് ബൈസൾഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെറ്റാലിക് സൾഫൈറ്റുകളും മെറ്റാലിക് ബൈസൾഫൈറ്റുകളുമായിട്ടുള്ള ആസിഡ്സിൻ്റെ റിയാക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഈ സൾഫൈറ്റുകളുമായിട്ടും ബൈസൾഫൈറ്റുകളുമായിട്ട് ആസിഡ്സ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സോൾട്ട് കിട്ടും. അതേ കണക്ക് തന്നെ സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് കിട്ടും, വാട്ടർ കിട്ടും. ഓക്കെ, സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SO2. ഇതെന്ന് പറയുന്നത് ഒരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ്. ഓക്കെ, കളറും ഇല്ല, അതേ കണക്ക് തന്നെ എന്താണ്, സ്മെല്ലും ഇല്ലാത്ത ഗ്യാസ് ആണ്. കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ്. ഓക്കെ, പ്ലസ് വാട്ടർ, 3 പ്രോഡക്ട്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. സൾഫൈറ്റുകൾ അഥവാ മെറ്റാലിക് ഒരു സൾഫൈറ്റ് എടുക്കാം നമുക്ക്, കാൽഷ്യം സൾഫൈറ്റ്. ഓക്കെ, കാൽഷ്യത്തിൻ്റെ സൾഫൈറ്റ്. ഈ കാൽഷ്യം സൾഫൈറ്റ് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം എന്തൊക്കെയാണ് പ്രോഡക്ട്സ് കിട്ടുന്നത്? സോൾട്ട് കിട്ടുമെന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ കാൽഷ്യം സൾഫൈറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ കാൽഷ്യം എന്ന് പറയുന്ന മെറ്റൽ വന്നിട്ട് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ എന്തിനെ റീപ്ലേസ് ചെയ്യും? ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് വരും. സോ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, സോൾട്ട് എന്ന് പറയുന്നത് കാൽഷ്യം ക്ലോറൈഡും പ്ലസ് ബാക്കി ഇവിടെ കിട്ടുന്ന ഗ്യാസ് സൾഫർ ഡയോക്സൈഡ് ഗ്യാസും കിട്ടും. അതേ കണക്ക് തന്നെ ഒരു പ്രോഡക്റ്റായിട്ട് നമുക്ക് എന്തും കിട്ടും? വാട്ടറും കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കാൽഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? CaSO3 ആണ് കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കാൽഷ്യം എന്ന് പറഞ്ഞാൽ കാൽഷ്യം Ca2+ ആണ്. അതേ കണക്ക് തന്നെ SO3 എന്ന് പറയുമ്പോൾ SO3 2- ആണ്. രണ്ടിനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ് ഉള്ളത്. സോ അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യും? CaSO3 എന്നായിരിക്കും ഇത് തമ്മിലുള്ള കോമ്പൗണ്ട് ഫോം ചെയ്തു. സോ ഈ കാൽഷ്യം സൾഫൈറ്റ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അതെന്താണ്? HCl ഗീവ്സ് കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? CaCl2. ഓക്കെ, കാൽഷ്യം ക്ലോറൈഡ് അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കാൽഷ്യം 2+, Ca2+ഉം Clൻ്റെ മുകളിൽ ഒരു മൈനസും ഉള്ളത് അല്ലേ, Cl-. അപ്പം അത് തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് സിയുടെ താഴെ ക്ലോറിൻ്റെ ചാർജ് വരും. ക്ലോറിന് 1 ആയതുകൊണ്ട് അത് എഴുതത്തില്ല. പിന്നെ Clൻ്റെ താഴെ കാൽഷ്യത്തിൻ്റെ ചാർജ് അത് എത്രയാണ്? 2, CaCl2. ഇങ്ങനെയാണ് കാൽഷ്യം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ SO2 പ്ലസ് വാട്ടർ H2O. ഇതാണ് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ബാലൻസ്ഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. നോക്കിക്കേ, ഫസ്റ്റ് മെറ്റലിനെ ചെക്ക് ചെയ്ത് നോക്കുക. കാൽഷ്യം ആണ് ഇവിടുത്തെ മെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കാൽഷ്യം രണ്ട് സൈഡിൽ നോക്കിക്കേ, റിയാക്റ്റിൻ്റെ സൈഡിൽ ഒരു കാൽഷ്യം, പ്രോഡക്റ്റിൻ്റെ സൈഡിലും ഒരു കാൽഷ്യം. അപ്പോൾ കാൽഷ്യം രണ്ടും ഈക്വൽ ആണ് അല്ലേ. ഇനി നമുക്ക് സൾഫറിനെ നോക്കാം. സൾഫർ നോക്കിക്കേ, ഇവിടെ ഒരു സൾഫറാണുള്ളത് റിയാക്റ്റൻ്റ് സൈഡിൽ, പ്രോഡക്റ്റ് സൈഡിൽ ഇവിടെയും ഒരു സൾഫറും എന്താണ്? രണ്ട് സൈഡിലും ഈക്വൽ ആണ്. ഇവിടെ 3 ഓക്സിജൻ ഉണ്ട് അല്ലേ. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോയിട്ട് ഓക്സിജൻ നോക്കിക്കേ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 1 ഓക്സിജൻ. സോ ഓക്സിജൻ ഇവിടെ എത്രയുണ്ട്? 3 ഓക്സിജൻ, 2+1 3 ഓക്സിജൻ ഉണ്ട്, അതും ബാലൻസ്ഡ് ആണ്. ഇനി ഇവിടുത്തെ ക്ലോറിനെ നോക്കിക്കേ, റിയാക്റ്റൻ്റ് സൈഡിൽ ഒരു ക്ലോറിൻ, പ്രോഡക്റ്റ് സൈഡിൽ എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ ഉണ്ട് അല്ലേ. ഈ 2 ക്ലോറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ HClൻ്റെ ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി? ഇവിടെയും 2 ക്ലോറിനായി, ഇവിടെയും 2 ക്ലോറിനായി. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ എത്രയായിട്ട് മാറി? 2 ആയിട്ട് മാറി അല്ലേ. സോ ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ പോയിട്ട് ഹൈഡ്രജൻ നോക്കി, ഇവിടെ 2 ഹൈഡ്രജൻ, H2ൻ്റെ അവിടെ H2 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. സോ എന്താണ് ഇക്വേഷൻ? CaSO3 പ്ലസ്
2HCl gives CaCl2 plus SO2 plus H2. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഈ റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു സൾഫൈറ്റുമായിട്ടോ ബൈസൾഫൈറ്റുമായിട്ടോ ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡൈല്യൂട്ട് ആസിഡ്സ് ആണ്, ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾട്ട് പ്ലസ് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് പ്ലസ് വാട്ടർ ആണ് നമുക്ക് പ്രോഡക്റ്റ്സ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. സോഡിയം സൾഫൈറ്റ്. സോഡിയം സൾഫൈറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. സൾഫ്യൂരിക് ആസിഡ്, സോഡിയം സൾഫൈറ്റ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് എന്തൊക്കെയായിരിക്കും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? ഒരു സോൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അല്ലേ. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO4. അപ്പോൾ ഇവിടെ സോഡിയം മെറ്റൽ വന്ന് സൾഫ്യൂരിക് ആസിഡിനകത്തുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുമ്പോഴാണ് അവിടെ സോൾട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം സോഡിയം മെറ്റൽ വന്ന് സൾഫ്യൂരിക് ആസിഡിനകത്തുള്ള എച്ചിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കിട്ടും? സോഡിയം സൾഫേറ്റ് കിട്ടും. ഓക്കെ, സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്ന സോൾട്ടും പ്ലസ് നമുക്ക് സൾഫർ ഡയോക്സൈഡ് ഗ്യാസും പ്ലസ് എന്തും കിട്ടും? വാട്ടറുമാണ് പ്രോഡക്റ്റ്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ സോഡിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Na2SO3. ഇതെങ്ങനെയാണ് ഫോം ചെയ്തത്? Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Na+, ഇങ്ങനെയാണ് എന്നയുടെ അയോൺ ഇരിക്കുന്നത്. SO3 എന്ന് പറഞ്ഞാൽ SO3 2- രണ്ടിൻ്റെ മുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർജസ്. സോ ഇതിനെ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ചാർജസിനെ തമ്മിൽ ക്രോസ് ചെയ്യണം അല്ലേ. അപ്പം എന്നയുടെ താഴെ ആരുടെ ചാർജ് വരും? SO3യുടെ ചാർജ് വരും. എന്നയുടെ താഴെ Na2. SO3യുടെ താഴെ ആരുടെ ചാർജ് വരും? എന്നയുടെ ചാർജ് വരും. എന്നയുടെ മുകളിൽ 1. സോ നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ Na2SO3 ആണ് സോഡിയം സൾഫൈറ്റ് എന്ന് പറയുന്നത്. പ്ലസ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? H2SO4. ഓക്കെ, H2SO4 ഗീവ്സ് സോഡിയം സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Na2SO4. ഓക്കെ, Na2SO4 ആണ് സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SO4 ആണ്. ഓക്കെ, SO4 2- ആണ് സൾഫേറ്റ് ആനിയോൺ എന്ന് പറയുന്നത്. അപ്പം ഈ എന്നയും SO4 Na+ഉം SO4 2- ഓക്കെ, ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചാർജ് SO4 2- ചാർജ് എന്നയുടെ താഴോട്ടും എന്നയുടെ ചാർജ് എന്ത് ചെയ്യും? SO4ൻ്റെ താഴോട്ടും പോകും. അപ്പം എന്തായിട്ട് കിട്ടും? Na2SO4. ഇങ്ങനെയാണ് സോഡിയം സൾഫേറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ സൾഫേറ്റും സൾഫൈറ്റും തമ്മിലൊന്നും കൺഫ്യൂസ്ഡ് ആയി പോകരുത്. സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SO4 2- 4 വരുന്നതാണ്. ഇനി സൾഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SO3 2- ഇതാണ് സൾഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് Na2SO3യും H2SO4ഉം കൂടി റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് H2SO4 പ്ലസ് നമുക്ക് എന്തോ കിട്ടും? സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് എന്ന് പറയുമ്പം SO2 പ്ലസ് എന്നും കൂടി കിട്ടും, വാട്ടറും കിട്ടും അല്ലേ. ഈ റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ നോക്കണം. അത് നമുക്ക് സോഡിയം നോക്കാം. ഇവിടെ Na2, ഇവിടെയും 2 Na ഉണ്ട്. ഇനി S നോക്കിക്കേ, ഇവിടെ ഒരു സൾഫർ, അതായത് റിയാക്റ്റൻറ്റ് സൈഡിൽ 2 സൾഫർ ഉണ്ട്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കിക്കേ, ഇവിടെ ഒരു സൾഫർ, പ്രോഡക്റ്റ് സൈഡിലും 2 സൾഫർ ഉണ്ട്. ഇനി ഇവിടെ ഓക്സിജൻ എത്രയുണ്ട്? 3 ഓക്സിജൻ. ഇവിടെയും ഇവിടെ 4 ഓക്സിജൻ. മൊത്തം റിയാക്റ്റൻറ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഓക്സിജൻ ഉണ്ട്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കിക്കേ, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 1 ഓക്സിജൻ ഉണ്ട് അല്ലേ. 4 + 2 + 1. ഇവിടെയും എത്രയുണ്ട്? 7 ഓക്സിജൻ. സോ ഓക്സിജനും ബാലൻസ്ഡ് ആണ്. ഇനി ഹൈഡ്രജൻ നോക്കിക്കേ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. 2 ഹൈഡ്രജൻ ആണ് റിയാക്റ്റൻറ്റ് സൈഡിലുള്ളത്. അതേ കണക്ക് തന്നെ വാട്ടറിൻ്റെ അവിടെ 2 ഹൈഡ്രജൻ. സോ പ്രോഡക്റ്റ് സൈഡിലും 2 ഹൈഡ്രജൻ ആണ്. അപ്പോൾ എല്ലാ ആറ്റംസും ബോത്ത് സൈഡ്സിൽ എന്താണ്? ഈക്വൽ ആയിട്ട് തന്നെയാണുള്ളത്. സോ ഇനി ബാലൻസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഇക്വേഷൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. സോ ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എന്ന് പറയുന്നത് Na2SO3 പ്ലസ് H2SO4 ഗീവ്സ് Na2SO4 പ്ലസ് SO2 പ്ലസ് H2O എന്നാണ് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ബൈസൾഫേറ്റുകളുമായിട്ടുള്ള റിയാക്ഷൻ നോക്കാം. എങ്ങനെയാണ് ആസിഡ്സ് ബൈസൾഫേറ്റുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? അപ്പം ബൈസൾഫേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഒരു എക്സാമ്പിൾ എടുക്കാം. സോഡിയം ബൈസൾഫേറ്റ് എടുക്കാം. ഓക്കെ, സോഡിയം ബൈസൾഫൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? NaHSO3
ഇതാണ് സോഡിയം ബൈസൾഫേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രോഡക്ട്സ് കിട്ടും? സോഡിയം ക്ലോറൈഡും കിട്ടും, സൾഫർ ഡയോക്സൈഡ് ഗ്യാസും പ്ലസ് വാട്ടറും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. സോഡിയം ബൈസൾഫേറ്റ് എന്ന് പറയുമ്പം NaHCO3. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? Na എന്ന് പറഞ്ഞാൽ Na+ ആണ്. ബൈസൾഫേറ്റ് എന്ന് പറയുമ്പം HCO3 അല്ല, HSO3 മൈനസ്. ഓക്കെ, HSO3 മൈനസ് ആണ്. രണ്ടിൻ്റെയും മുകളിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അല്ലേ, ചാർജ് 1 + 1 - സോ അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയിട്ട് NaHSO3 കിട്ടും. പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പം HCl ഗീവ്സ് സോഡിയം ക്ലോറൈഡ് NaCl പ്ലസ് സൾഫർ ഡയോക്സൈഡ് SO2 പ്ലസ് വാട്ടർ H2O. ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് സോഡിയം നോക്കിക്കേ, റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഒരു സോഡിയം, പ്രോഡക്റ്റിൻ്റെ സൈഡിൽ ഒരു സോഡിയം ആണുള്ളത് അല്ലേ. ഇനി ഇവിടുത്തെ സൾഫർ നോക്കിക്കേ, സൾഫർ ഈ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഒരു സൾഫർ, പ്രോഡക്റ്റിൻ്റെ സൈഡിലും ഒരു സൾഫർ ആണുള്ളത്. ഇനി ഓക്സിജൻ നോക്കിക്കേ, ഇവിടെ 3 ഓക്സിജൻ ഉണ്ട് അല്ലേ. ഇനി ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? ഈ സൾഫർ ഡൈ ഓക്സൈഡിൽ 2 ഓക്സിജൻ ഉണ്ട്, വാട്ടറിൽ ഒരു ഓക്സിജൻ ഉണ്ട്, അതും 3 ആണ്. സോ ഓക്സിജനും ബാലൻസ്ഡ് ആണ്. ഇനി ക്ലോറിൻ നോക്കിക്കേ, ഇവിടെ ഒരു ക്ലോറിൻ ആണുള്ളത് അല്ലേ. റിയാക്റ്റിൻ്റെ സൈഡിൽ ഒരു ക്ലോറിൻ ഉണ്ട്, പ്രോഡക്റ്റിൻ്റെ സൈഡിലും ഒരു ക്ലോറിൻ. സോ ക്ലോറിനും ആൾസോ ബാലൻസ്ഡ് ആണ്. ഇനി ഹൈഡ്രജൻ നോക്കിക്കേ, NaHSO3 ഒരു ഹൈഡ്രജൻ ഉണ്ട്, HCl ഒരു ഹൈഡ്രജൻ ഉണ്ട്, ടോട്ടൽ 2 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പം ഇവിടെ പ്രോഡക്റ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് വാട്ടറിൽ H2O, അതിനകത്ത് H2 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. സോ ഇവിടെ 2 ഹൈഡ്രജൻ. അപ്പോൾ എന്താണ്? ഹൈഡ്രജനും ബോത്ത് സൈഡ്സിലും ബാലൻസ്ഡ് ആണ്. ഓക്കെ, സോ ഇതാണ് സോഡിയം ബൈസൾഫേറ്റിൻ്റെയും HClനും തമ്മിലുള്ള ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. NaHSO3 പ്ലസ് HCl ഗീവ്സ് NaCl പ്ലസ് SO2 പ്ലസ് H2O. ഇതാണ് എന്താണെന്ന് പറയുന്നത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ബൈസൾഫേറ്റ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു ആസിഡ്സ് സൾഫൈറ്റുകളുമായിട്ടോ ബൈസൾഫൈറ്റുകളുമായിട്ടോ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ടും സൾഫർ ഡയോക്സൈഡ് ഗ്യാസും വാട്ടറുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടുത്തെ ഗ്യാസ് എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അപ്പം ഈ സൾഫർ ഡയോക്സൈഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സൾഫർ ഡയോക്സൈഡ് SO2 ഗ്യാസിനെ നമുക്ക് ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH2 കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്. അതിനകത്തൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ലൈം വാട്ടർ മിൽക്കി വൈറ്റ് കളറായിട്ട് മാറും. ഓക്കെ, ലൈം വാട്ടർ ടേൺസ് ലൈം വാട്ടർ മിൽക്കി വൈറ്റ് കളറായിട്ട് മാറും. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സൾഫർ ഡയോക്സൈഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസും ഇതേ സെയിം ടെസ്റ്റ് തന്നെ തരും അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെയും നമ്മൾ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ലൈം വാട്ടർ മിൽക്കി വൈറ്റ് കളറായിട്ട് മാറും. സോ ഇങ്ങനെ ഒരു റിയാക്ഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ സൾഫർ ഡൈ ഓക്സൈഡ് ആണോ എന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. സോ ഇത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി 2 ടെസ്റ്റുകളും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഈ സൾഫർ ഡയോക്സൈഡ് ഗ്യാസിനെ കൺഫേം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 റിയേജൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഓക്കെ, അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഈ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K2Cr2O7 ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് കളറാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ SO2 ഗ്യാസിന് ഈ അസിഡിഫൈഡ് K2Cr2O7 പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ SO2 ഗ്യാസ് ഇതിൻ്റെ കളറിനെ എന്താക്കി മാറ്റും? ഗ്രീൻ കളറാക്കി മാറ്റും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഫോം ചെയ്ത ഗ്യാസ് സൾഫർ ഡയോക്സൈഡ് ആണെന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ ഈ ടെസ്റ്റ് തരത്തില്ല. അതേ കണക്ക് തന്നെ രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു റിയേജൻ്റ് ആണ് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്.
പെർമാംഗനേറ്റ്. ഓക്കെ, അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KMnO4 ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുമ്പോൾ. അപ്പം ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പർപ്പിൾ കളറാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ SO2 ഗ്യാസിനെ ഈ അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 പാസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ പർപ്പിൾ കളറിനെ ഇത് കളർലെസ് ആക്കി മാറ്റും. അതായത് പർപ്പിൾ കളർ ആയിരുന്നിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ഈ SO2 ഗ്യാസ് കളർലെസ് ആക്കി മാറ്റും. അപ്പം ഈ രണ്ട് ടെസ്റ്റുകളും എന്ത് കൺഫേം ചെയ്യും? SO2 ഗ്യാസിനെ കൺഫേം ചെയ്യും. ഓക്കെ, ഈ രണ്ട് ടെസ്റ്റുകളും കാർബൺ ഡൈ ഓക്സൈഡ് തരുത്തിയും. അപ്പം സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ കൺഫർമേഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന രണ്ട് ടെസ്റ്റുകളാണ്. ഫസ്റ്റ് നമ്മൾ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിലൂടെ പാസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് കളറാണ്. അതിൻ്റെ ഓറഞ്ച് കളറിനെ എന്താക്കി മാറ്റും? സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഗ്രീൻ ആക്കി മാറ്റും. ഇനി അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ പർപ്പിൾ കളറാണ് അതിനുള്ളത്. സോ അതിനകത്തൂടെ നമ്മൾ SO2 പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ പർപ്പിൾ കളറിനെ അത് കളർലെസ് ആക്കി മാറ്റും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കൺഫേം ചെയ്യാൻ പറ്റുന്നത്? സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണെന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആസിഡ്സിൻ്റെ സൾഫൈറ്റുകളും ബൈസൾഫൈറ്റുകളുമായിട്ടുള്ള റിയാക്ഷനാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ആസിഡ്സ് സൾഫൈറ്റുകളുമായിട്ടും ബൈസൾഫൈറ്റുകളുമായിട്ടും റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു സോൾട്ടും അതേ കണക്ക് തന്നെ സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസും വാട്ടറുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ന് പറയുന്ന ഗ്യാസ് ഒരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ്. ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ നമ്മൾ ഫസ്റ്റ് ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അതും ലൈം വാട്ടറിനെ മിൽക്കി വൈറ്റ് ആക്കി മാറ്റും. പക്ഷേ നമുക്ക് അതുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സൾഫർ ഡൈ ഓക്സൈഡ് ആണ് ഗ്യാസ് എന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ സെയിം ടെസ്റ്റ് ആരും തരും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും തരും. അപ്പോൾ നമ്മൾ സൾഫർ ഡൈ ഓക്സൈഡിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ രണ്ട് ടെസ്റ്റുകളും കൂടി ചെയ്യും. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അത് ഓറഞ്ച് കളർ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അതിനകത്തൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷനെ അത് എന്താക്കി മാറ്റും? ഗ്രീൻ ആക്കി മാറ്റും, അല്ലേ? സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഇനി അതേ കണക്ക് തന്നെ അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്താൽ അതൊരു പർപ്പിൾ കളേർഡ് സൊല്യൂഷനാണ്. അതിനകത്തൂടെ SO2 ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷന് പർപ്പിൾ കളറിനെ അത് എന്താക്കി മാറ്റും? കളർലെസ് ആക്കി മാറ്റും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേ കണക്ക് തന്നെ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കപ്പം ബാക്കിയുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, ബേസസ്, അതേ കണക്ക് തന്നെ മെറ്റാലിക് കാർബണേറ്റ്സ്, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. അതേ കണക്ക് തന്നെ കൂടുതൽ ICC റിലേറ്റഡ് വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനുമൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ താങ്ക്